നോമ്പുതുറക്കലൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കളയ്ക്ക് പിന്നെയും വന്നിട്ടുള്ളത് നമുക്ക് അത്താഴത്തിനുള്ള കറികളും ഉപ്പേരികളൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാനാണ് കേട്ടോ. അപ്പോൾ ചോറ് നമ്മൾ വൈകുന്നേരം തന്നെ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഇതാ ചീര ഉണ്ടായിരുന്നു കേട്ടോ. 2 കെട്ട് ചീര നമ്മൾ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു കെട്ട് നമുക്ക് ഉപ്പേരി മുട്ടത്തോരനാക്കാൻ വേണ്ടിയിട്ടും ഒരു കെട്ട് താളിക്കാൻ വേണ്ടിയിട്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത് തോരനാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ അരിഞ്ഞിട്ട് പിന്നെ വെളിച്ചെണ്ണയിൽ വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള ചീര അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഉപ്പൊക്കെ ചേർത്ത് ഇളക്കിയതിന് ശേഷം പിന്നെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. നോമ്പായിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. താളിച്ചതിനോട് പ്രത്യേക ഒരു രസവും ഇഷ്ടമൊക്കെ ആയിരിക്കും. കാരണം നമുക്ക് ആ പൊരിച്ച സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉണ്ടാക്കുന്നത് അതിലേറെ ഒരു രസമാണ് കേട്ടോ. പിന്നെ ഇറച്ചി മീനൊക്കെ നമ്മൾ കഴിക്കും, പൊരിച്ചതോ വരട്ടിയതൊക്കെ കഴിക്കുന്നല്ലാണ്ട് നമ്മൾ ഇറച്ചി മീനൊക്കെ ആയിട്ടുള്ള കറികളൊക്കെ കഴിച്ചിട്ട് നമുക്ക് വെയിലും നല്ല ചൂടാണല്ലോ അല്ലേ പകലൊക്കെ. പകൽ രാത്രിയൊക്കെ കണക്കാണ്. അപ്പോൾ ആ സമയത്തൊക്കെ വല്ലാണ്ട് നമുക്ക് തൊണ്ട വറ്റും കേട്ടോ. തൊണ്ട ഭയങ്കരമായിട്ട് ഉണങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെയൊക്കെ കറികൾ ഒഴിവാക്കി ഇതേപോലത്തെ ഇലക്കറികളൊക്കെ താളിച്ചിട്ടൊക്കെ ആണെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ശരീരത്തിനൊക്കെ എന്താ പറയുക ഒരു എനർജി കിട്ടിയ മാതിരിയാണ് കേട്ടോ. പിന്നെ പപ്പടം താളിക്കുക, കഞ്ഞിവെള്ളം താളിക്കുക, അങ്ങനത്തെയൊക്കെ താളിപ്പ് എപ്പോഴാണെങ്കിലും നല്ലൊരു ടേസ്റ്റും കഴിക്കാനും നമുക്ക് തോന്നുകയും ചെയ്യും കേട്ടോ.
അപ്പോൾ ദാ ചീരയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് എന്നിട്ട് മിക്സാക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. പിന്നെ കുറച്ച് എരിവ് നന്നായിട്ട് കേട്ടോ, ഉപ്പേരി ആയതുകൊണ്ട് തന്നെ കുറച്ച് എരിവും ഉപ്പൊക്കെ കുറച്ച് മുകളിൽ നിൽക്കണം. എന്നാലേ ഉള്ളൂ നമുക്ക് ആ ഒരു സമയത്ത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഒരു മുട്ട ഒഴിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മുട്ട ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അത് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ വേറെ ആയിട്ട് ചീരയും മുട്ടയൊക്കെ ആയിട്ട് നന്നായിട്ട് കിട്ടും കേട്ടോ. അത് അതേപോലെ ഈ ഒരു രീതിയിൽ കിട്ടും. അപ്പോൾ നമ്മളത് വെറുതെ ചോറിനൊക്കെ കഴിക്കാൻ കുട്ടികൾക്കാണെങ്കിലും സ്കൂളിലേക്കൊക്കെ കൊടുത്തയക്കാനും ഇലക്കറികളൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിലും ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് സ്കൂളിലേക്കൊക്കെ കൊടുത്തയച്ചാലൊക്കെ നല്ലതാണ് കേട്ടോ. കുട്ടികൾ കഴിച്ചോളും മുട്ടയൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ അത് നമ്മൾ താളിക്കാൻ വേണ്ടി വെച്ചിരുന്നു. സാധാ നമ്മൾ കഞ്ഞിവെള്ളത്തിലൊക്കെ ഇല താളിക്കില്ല, ആ ഒരു രീതി തന്നെയാണ് കേട്ടോ. നന്നായിട്ട് പിന്നെ വെന്ത് വരുന്നുണ്ട് ചീരയൊക്കെ. അപ്പോൾ അതൊന്ന് അടച്ച് വെക്കും. ഇനി നമ്മൾ പോയി കിടക്കും കേട്ടോ. എന്നിട്ട് അലാറം വെച്ചിട്ട് 4 മണിയാകുമ്പോൾ അലാറം വെച്ച് എണീറ്റ് നമ്മളിത് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കും കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടാണ് കഴിക്കാറ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഉപ്പും മുളകും ഒക്കെ നന്നായിട്ട് ഉഷാറായി വന്നിരുന്നു. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നോമ്പിനും അല്ലാതെയൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പിയാണ് ഈ ഒരു റെസിപ്പി കേട്ടോ.